കേരള പോലീസ്. ഇതാണ് ആ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ. അതായത് കഴക്കൂട്ടത്ത് നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ്. ആ വീടിന് പരിസരത്ത് നിന്ന് ഇപ്പൊ ഡാൻ കയറി ആ വഴിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ ഇന്നലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. ആ CCTV ദൃശ്യങ്ങളാണ്. ഒരു ലക്ഷ്യമില്ലായിരുന്നു, ഇറങ്ങിയപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വന്നു, അതിനുശേഷം തിരിച്ചു നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ലക്ഷ്യമില്ലാതെ പോകുന്ന യാത്രയാണത്. അത് അത്രയും ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തസ്മിതിനെ കണ്ടെത്താൻ ഉടൻ തന്നെ ആകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുമ്പോൾ വ്യക്തമാണ്. ആ വീടിനടുത്ത് ആ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നും അതൊന്നുകൂടി പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. വീടിനടുത്തുള്ള ആ വഴിയിൽ നിന്നും ഇറങ്ങി വരുന്നു, ആദ്യം ഇങ്ങോട്ടേക്കൊന്ന് വരുന്നു, അതിനുശേഷം ഒന്ന് നിന്നതിന് ശേഷമാണ് തിരിച്ചു നടന്നു പോകുന്നത്. അതെ, അവിടെ നിന്ന് തിരിച്ചു ധാരണയില്ലാത്തൊരു പ്രശ്നമുണ്ട്. 13 വയസ്സുകാരി കുഞ്ഞുമോളാണ്. ആ ബാഗൊക്കെ തൂക്കിയിട്ട് പോകുന്നുണ്ടാൽ തന്നെ വളരെ ഒരു സ്കൂളിലേക്ക് ഒരു കുഞ്ഞുകുട്ടി പോകുന്ന ഒരു ഫീല്. തീർച്ചയായിട്ടും. എന്തായാലും തസ്മിത് ഇപ്പോൾ കന്യാകുമാരിയിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് കന്യാകുമാരിയിൽ വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. 13 വയസ്സാണ് തസ്മീത്തിനുള്ളത്. കുട്ടിയെ കണ്ട് എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർ ബീച്ച് റോഡിലേക്ക് കുട്ടി പോയി എന്ന് പറഞ്ഞ മൊഴി, അതൊക്കെ ഈ അവസരത്തിൽ നിർണായകമാണ്. ഈ അവസരത്തിൽ നമ്മൾ ആര് പറയുന്നതും കേൾക്കും. അതനുസരിച്ചുള്ള അന്വേഷണം പോലീസ് അവിടെ നടത്തുന്നുണ്ട്. കന്യാകുമാരി പോലീസിന്റെ സാന്നിധ്യത്തിലുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കുട്ടി ഇന്നലെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. റൈറ്റ്, ഓക്കെ. എന്തായാലും കുഞ്ഞിന്റെ ദൃശ്യം നമ്മൾ കണ്ടു. നമുക്കിനി വേണ്ട ദൃശ്യം അത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. അത് കന്യാകുമാരി സ്റ്റേഷനിലെ CCTVകൾ പരിശോധിക്കുന്നുണ്ട്. പരിശോധന പൂർത്തിയായിട്ടില്ല എന്ന് നേരത്തെ പോലീസ് സംഘം അറിയിച്ചിരുന്നു. അപ്പോൾ ആ പരിശോധന ഏറെക്കുറെ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തത കൈവരും. ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന സമയവും എങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്നാലും തസ്മിത് എവിടെ എന്നുള്ള ചോദ്യം അത് കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഉത്തരം തൽക്കാലത്തേക്ക് നമുക്ക് നൽകാൻ കഴിയുന്നു. പക്ഷേ അവിടെ സ്ഥിരീകരണം ഔദ്യോഗികമായിട്ടില്ല എന്നത് മാത്രമാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ബീച്ചിന് സമീപം കുട്ടി എത്തി എന്ന് അവിടുത്തെ കണ്ടവർ ദൃക്സാക്ഷികൾ ഉണ്ട് എന്ന് പറയുന്നു. പുലർച്ചെ 5:30 ബീച്ച് സമീപത്ത് കുട്ടി എത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞ് ആ ബീച്ചിന്റെ പരിസരത്തോ കന്യാകുമാരിയിലെ ആ പ്രദേശത്ത് ഉണ്ടാകും. ഉടൻ തന്നെ നമുക്ക് പോലീസ് സംഘത്തിനും തമിഴ്നാട് പോലീസിന്റെ ഒക്കെ സഹായത്തോടുകൂടി കുഞ്ഞിലേക്ക് എത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തസ്മീദിലേക്ക് എത്താൻ കഴിയട്ടെ. തസ്മീദ് ഒരു നമ്മുടെ സ്വന്തം കുഞ്ഞെ തന്നെ നമ്മൾ കരുതുന്നു. അസം സ്വദേശിയാണ്. കുഞ്ഞിവിടെ എത്തിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അധികം പരിചയമൊന്നുമില്ല, പ്രദേശവും ഭാഷ അറിയില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതൊക്കെ ആ കുഞ്ഞിന് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിരിക്കും. എന്നാലും കുഞ്ഞിന് പോലീസിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നലെയാണ് കഴക്കൂട്ടത്ത് നിന്ന് കുഞ്ഞിനെ കാണാതാകുന്നത്. ഐലൻഡ് എക്സ്പ്രസിൽ, അതായത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആ ട്രെയിനിൽ കയറി കുഞ്ഞു പോയി. അതിനിടയിൽ ബബിത എന്ന് പറയുന്ന വിദ്യാർത്ഥി കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തു. ട്രെയിനിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് സംശയം തോന്നിയെടുത്ത ഫോട്ടോയാണ്. പക്ഷെ പിന്നീടാണ് വാർത്തകൾക്ക് കണ്ടപ്പോൾ ഇത് ആ കുഞ്ഞായിരുന്നല്ലോ എന്ന് ബോധ്യപ്പെടുകയും പോലീസിന് ആ ഫോട്ടോ കൈമാറുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി ഐലൻഡ് എക്സ്പ്രസിലാണ് യാത്ര ചെയ്തത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും അന്വേഷണ സംഘവും ഒക്കെ എത്തുന്നതും കന്യാകുമാരിയിലേക്ക് രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോലീസ് ടീം പോകുന്നത്. 5 പേരടങ്ങുന്ന സംഘമാണ് കന്യാകുമാരിയിൽ രാവിലെ തന്നെ എത്തിയത്. അതിലൊരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.